ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ കേരള സിലബസിൻ്റെ 1ാമത്തെ പാഠമാണ് കേട്ടോ. നിങ്ങൾ 3ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലോട്ട് കയറുമല്ലോ നിങ്ങളെ. അപ്പം നിങ്ങളുടെ പുതിയ പുസ്തകം കണ്ടോ? മാത്സിൻ്റെ 1ാമത്തെ പാഠം നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് 2 പാർട്ടാണ് കേട്ടോ. അതായത് ക്രിസ്മസ് പരീക്ഷ വരെ ഒരു പാർട്ടും അത് കഴിഞ്ഞ് 2 പുസ്തകമായിട്ടാണ് നിങ്ങൾക്ക് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ നോക്കിയോ നിങ്ങളെ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 1ാമത്തെ പാഠം എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സാണ്. എന്തു ഈ 4 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ നമുക്ക് പഠിക്കാം അല്ലേ. കണ്ടോ, ബാക്ക് ടു സ്കൂൾ എന്നാണ് 1ാമത്തെ ചാപ്റ്റർ. അതിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് ഇതിനകത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തോ നിങ്ങളെ നോക്കിക്കേ. കണ്ടേ, ഇതെന്താ? ഇത് ടെൻസാണ്. ഇത് ടെൻസാണെന്ന് എങ്ങനെ എഴുതണം? TEN ടെൻസ് എന്ന് എഴുതാൻ അറിയണം. ഓക്കെ, അറിയാവുന്ന കുട്ടികളൊക്കെ, ഇല്ലാത്തവരൊന്നുകൂടെ നോക്കുക കേട്ടോ. ഇതോ? അതിനു മുമ്പേ നമ്മൾ ഇതാണ്ട് വൺസിൻ്റെ സ്പെല്ലിങ്ങും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. വൺസ്. ഇതെന്താ? ടെൻസ്. അപ്പോൾ ഇതെന്താ നിങ്ങളെ? 100. HUNDRED 100 കേട്ടോ. ഇനി 100ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ്സ് എന്ന് പറയും കേട്ടോ. ഒന്നേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 100. ഇനി എന്താണ്? 1000. എന്താണ്? 1000. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. THOUSAND 1000. എന്താണ്? വൺസ്, ടെൻസ്, 100, 1000. ഫസ്റ്റ് നിങ്ങളോട് എന്താ 4 ഡിജിറ്റ് നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 4 ഡിജിറ്റ് ആകുമ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കുഞ്ഞേ. വൺസ്, ടെൻസ്, 100, 1000. മലയാളം മീഡിയക്കാരാണെങ്കിൽ ഒറ്റ 10, 100, 1000 എന്നാണ് പറയുന്നത്. ഇനി ഇത് മലയാളംകാർക്കാണെങ്കിൽ 1000 എന്ന് എഴുതുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? അവിടെ നോക്കിക്കേ. രം കണ്ടോ? 1000 എന്നിപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ്. ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് അറിയണം കേട്ടോ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ 3, 4, 7, 8 കണ്ടോ? വൺസ്, ടെൻസ്, 100, 1000. ഞാൻ ഈ വൺസ്, ടെൻസ് എന്നൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നോക്കിക്കേ, ഇത് നമ്മുടെ ഫസ്റ്റ് അല്ലേ, ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? വൺസ് എന്ന സ്ഥാനം വെച്ചാൽ കേട്ടോ. വൺസ്. അപ്പോൾ നോക്കിക്കേ, പഠിക്കാൻ എളുപ്പമല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് വൺസ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അപ്പോൾ എന്തോ നിങ്ങളെ? ടെൻസ് കേട്ടോ. വൺസ്, ടെൻസ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതോ ഹൺഡ്രഡ്സ്. HUNDR കണ്ടോ? നമ്മൾ മുമ്പ് 100ൻ്റെ സ്പെല്ലിങ് പഠിച്ചില്ലേ? ഹൺഡ്രഡ്സ്. അടുത്ത എന്താ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് കൊടുക്കണം? S. കണ്ടോ, ഇവിടെ 8 എന്ന് പറയുന്നത് എന്താണ്? S. കണ്ടോ, ഇതെല്ലാം S കൊടുക്കുന്നത് കണ്ടോ? S വന്ന എന്തിനാന്ന് മനസ്സിലായോ? ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ 3 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, 4ലല്ലേ? നോക്കിക്കേ, 8 എന്ന് പറയുന്ന വൺസ്, 7 എന്താ? ടെൻസ്, 3 എന്ന് പറയുന്ന 100 എന്താ? ഇവിടെ നോക്കിക്കേ, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? 8 വൺസ്, 7 ടെൻസ്, 4 100, 3 എന്ന് പറയുന്നത് എന്താ? അപ്പം 1000. ഈ ചാപ്റ്ററിനെ മൊത്തത്തിൽ ഞാനങ്ങ് പറയുക കേട്ടോ. ഒന്നും ഓർഡറിൽ പറയുമല്ല. ഇത് നിങ്ങൾക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് ഇത്രയും എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ 8 വൺസ് ഉണ്ട് അല്ലേ? പിന്നോ 7 ടെൻസ് ഉണ്ട്. പിന്നെ 4 100 ഉണ്ട്. സ്പെല്ലിങ് മാറിപ്പോവല്ലേ? 100 ഓരോന്നും തിരിഞ്ഞു പോവല്ലേ? 3 എന്ന് പറയുന്നത് 1000 ആണ്. ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ? എന്താണ്? 8 എന്ന് പറയുന്ന വൺസാണ്, 7 എന്ന് പറയുന്ന ടെൻസാണ്, 4 എന്ന് പറയുന്ന 100 ആണ്, 3 എന്ന് പറയുന്ന 1000 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? 8 എന്ന് പറയുന്നത് 8 വൺസിൻ്റെ അവിടെ. അപ്പോൾ 8 × 1 നിങ്ങൾക്ക് അത്രയും അടുത്ത 5ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ സ്ഥാനവിലയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ സ്ഥാനത്തിൻ്റെ വില. 8 എന്ന് പറയുന്നത് വൺസ്, ഒറ്റ. 7 എന്ന് പറയുന്നത് ടെൻസ് കേട്ടോ. 100, 1000. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? ആകെ ഇത്ര അറിഞ്ഞിരിക്കണം കേട്ടോ. മനസ്സിലായി? ഇനി നമുക്ക് ടെസ്റ്റിലോട്ട് കയറിയാം. നോക്കിക്കേ,
നിയമം 4 ഡിജിറ്റിനെ കുറിച്ചാണ്. എന്താണ്? 4 ഡിജിറ്റിനെ കുറിച്ചാണ്. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എൻ്റെ ഇച്ചിരി സമ്മർ വെക്കേഷനിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? സമ്മർ വെക്കേഷൻ ഈസ് ആൾമോസ്റ്റ് ഓവർ. റീന ആൻഡ് ഹെർ ഫാദർ ആർ അറ്റ് ദ സ്കൂൾ ബസാർ. സമ്മർ വെക്കേഷൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയത്, അതായത് വേനലവധി എന്ന് വെച്ചാൽ 2 മാസം നമുക്ക് അവധി തരുന്നുണ്ടല്ലേ. ഈ വേനലവധിയൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. റീനയും നമ്മളെല്ലാം എന്താ സ്കൂൾ തുറക്കാറായപ്പം എന്താ ബാഗും ബുക്കും പുസ്തകമൊക്കെ മേടിക്കാൻ പോയില്ലേ, അതുപോലെ റീനയുടെ അച്ഛനും കൂടി എന്ത് ചെയ്തു? സ്കൂൾ ബസാറിൽ സാധനം മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? റീനയുടെ അച്ഛനും കൂടി സ്കൂൾ ബസാറിൽ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതിൻ്റെയാണ് ഫസ്റ്റ് പിക്ചർ. ഓക്കെ ആണോ? നോക്കിക്കേ, ഇനി എന്തൊക്കെയാണ് ഇവർ മേടിച്ചതെന്നാണ്. എന്തൊക്കെയാണ് മേടിച്ചത് നോക്കിയേ. ദേ ബോട്ട് ആൻ അംബർല. അംബർല എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? കുട. കണ്ടോ? കുട. ആൻ അംബർല മേടിച്ചു. 250 രൂപയാണ് അംബർലയുടെ വില. എത്രയാണ്? 250. 250. നിങ്ങൾ പറയുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു തന്നെ പഠിക്കണം. 250 എന്ന് വെച്ചാൽ 250 എന്ന് തന്നെ പറയണം. 250 എന്നോ 250 എന്നോ 250 എന്ന് തന്നെ പഠിച്ചോ കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ല. ഇനി 5 നോട്ട് ബുക്ക് അറ്റ് 10 റുപ്പീസ്. 5 നോട്ട് ബുക്ക് വാങ്ങി 10 രൂപയുടെ. അവിടെ തിരിഞ്ഞു പോകല്ലേ. 5 നോട്ട് ബുക്ക് വാങ്ങി 10 രൂപയുടെ. പിന്നോ ആൻഡ് എ ഡ്രസ്സ് വാങ്ങിച്ചു 700 റുപ്പീസ്. 700 രൂപയുടെ ഡ്രസ്സ്. നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും പുതിയ ഉടുപ്പും നിക്കറും ഒക്കെ ഇട്ടുകൊണ്ടല്ലേ പോകുന്നത് അല്ലേ? നിങ്ങളെല്ലാം അങ്ങനെയല്ലേ പോയത്? ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ച ചോദ്യം കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ആ അച്ഛൻ എത്ര രൂപയായിന്ന്? എത്ര രൂപയായി കുഞ്ഞുങ്ങളെ? അതായത് അംബർലയ്ക്ക് എത്ര രൂപയാ? 250 രൂപയാണ് കുടയുടെ വില. ഇനി 5 നോട്ട് ബുക്ക് 10 രൂപയുടെ. അവിടെയാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. 10 രൂപയുടെ 10 റുപ്പീസിൻ്റെ 5 നോട്ട് ബുക്ക് എന്ന് വെച്ചാൽ ഒരു നോട്ട് ബുക്കിന് 10 രൂപയാണെങ്കിൽ 2 നോട്ട് ബുക്കിന് 20 രൂപ, 3 നോട്ട് ബുക്കിന് 30 രൂപ, 4 നോട്ട് ബുക്കിന് 40 രൂപ, 5 നോട്ട് ബുക്കിന് 50 രൂപ. 50 റുപ്പീസ് കേട്ടോ. മനസ്സിലായോ? ഇനിയോ അവർ ഡ്രസ്സ് വാങ്ങിച്ചു. ഒരു 700 രൂപയ്ക്ക് ഡ്രസ്സും വാങ്ങിച്ചു കേട്ടോ. ഇത് മൂന്നൂടെ കൂട്ടാനറിയാമോ കുഞ്ഞുങ്ങളെ? അതിൻ്റേതായ നേരെ ഈ മിക്കവാറും എന്താണെന്നറിയോ, എവിടെയെങ്കിലുമൊക്കെ പറക്കി എഴുതും. അങ്ങനെ ഒരിക്കലും എഴുതരുത്. അതിൻ്റേതായ നേരെ തന്നെ എഴുതി വെക്കണം. നോക്കിക്കേ, ഇത് 3 കൂടെ ഇവിടെ 5ഉം 5ഉം എത്ര കുഞ്ഞുങ്ങളെ? 10 കേട്ടോ. വിരളെ വേണേ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം. 5ഉം 5ഉം 10, ശിഷ്ടം 1. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എന്താണോ കിടക്കുന്നത് അവൻ്റെ മണ്ടയ്ക്ക് അത് എഴുതണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ റിമൈൻഡർ എഴുതാൻ മറക്കരുത്. അപ്പം നോക്കിക്കേ, 7ഉം 2 കൂടെ കൂട്ടുമ്പോൾ 9, 9ൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പം 1000 ആണ് അവിടെ വന്നത്. അപ്പോൾ എത്ര രൂപയാവും നിങ്ങൾ മാറ്റിയിട്ട് ചെയ്ത് തന്നെ പഠിക്കണം. 1000 രൂപയാണ് കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ആ കൊച്ചിന് കുടയും അതുപോലെ തന്നെ വേറെ എന്താ മേടിച്ച് 5 നോട്ട് ബുക്ക് വാങ്ങിച്ചു, പുതിയൊരു ജോഡി ഡ്രസ്സും വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര? 1000 രൂപ. 1000ൻ്റെ സ്പെല്ലിങ് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഫാദർ ഹാസ് ഓൺലി 100 റുപ്പീസ് നോട്ട് വിത്ത് ഹിം. ഹൗ മെനി നോട്ട്സ് ഷുഡ് ഹീ ഗീവ്? നോക്കിക്കേ, ഫാദർ ഹാസ് എന്ന് വെച്ചാൽ എന്താ? ഫാദറിൻ്റെ കയ്യിൽ ഓൺലി 100 റുപ്പീസ് നോട്ടുകളാണ്. ഫാദറിൻ്റെ കയ്യിൽ മൊത്തം 100ൻ്റെ നോട്ടുകളാണ് അല്ലേ? നമ്മുടെ കയ്യിലൊക്കെ 100ൻ്റെ നോട്ട്, 500ൻ്റെ, ഇപ്പം എല്ലാം പുതിയ നോട്ടുകളല്ലേ? 100ൻ്റെ 500ൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഫാദറിൻ്റെ കയ്യിൽ 100ൻ്റെ നോട്ടുകളാണുള്ളത്. 1000 രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ 100 രൂപ, എത്ര 100 രൂപ നോട്ടുകൾ ആ കടയിൽ കൊടുക്കണമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ? 100 രൂപയുടെ എത്ര നോട്ടുകളാണ്? 100 രൂപ, പിന്നെ 200 രൂപ, അങ്ങനെ എത്ര 100 രൂപ വെച്ചാൽ നമുക്ക് 1000 രൂപയാവും? എത്ര ആവും കുഞ്ഞുങ്ങളെ? 100, 200, 300, 400, അങ്ങനെ 10 100 വെക്കുമ്പോഴാണ് എത്രയാകുന്നത്? 10 100 വെക്കുമ്പോഴാണ് എത്ര കുഞ്ഞുങ്ങളെ? 1000 ആകുന്നത്. ഓക്കെ ആണോ? ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 10 100ൻ്റെ നോട്ടുകൾ വെക്കുമ്പോഴാണ് 1000 രൂപ ആകുന്നത്. ഇനി അടുത്ത അവർ ചോദിച്ചത് നോക്കിക്കേ, സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 റുപ്പീസ് നോട്ട് വിത്ത് ഹിം, ഹൗ മെനി നോട്ട് ദം? അങ്ങനെ ആണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ 500ൻ്റെ നോട്ടാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണമെന്ന്? എത്ര എണ്ണം കൊടുക്കണം കുഞ്ഞുങ്ങളെ? 500ൻ്റെ ആണെങ്കിൽ എന്താ? 500
2 500 ആകുമ്പോൾ തന്നെ എത്ര ആവും? 1000 രൂപയാവും. മനസ്സിലായോ? 2 500 1000 രൂപ. അടുത്തതോ, വിത്ത് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 റുപ്പീസ് നോട്ടാണെങ്കിലോ? 1000 ആണ്, എന്താ ആലോചിക്കാൻ? ഒരു നോട്ട് കൊടുത്താൽ മതി അല്ലേ? ഹി ആൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 റുപ്പീസ്. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഈ റീന പറഞ്ഞ് എനിക്ക് 500 രൂപയുടെ ഒരു ബാഗും കൂടെ മേടിച്ചതാ അച്ഛാ, എനിക്ക് ഇത്രയും പോരാ, എന്താ 500 രൂപയുടെ 500 റുപ്പീസിൻ്റെ ഒരു ബാഗ് കൂടെ മേടിച്ചതാ അച്ഛാന്ന്. അപ്പോൾ എന്താണ്? ദെൻ ഹൗ മച്ച് ഷുഡ് ഹി പേ ഇൻ ആൾ? അദ്ദേഹം എത്ര രൂപ അടയ്ക്കണമെന്ന്. ആദ്യമേ എത്ര രൂപ കൊടുക്കാനുണ്ടായിരുന്നു? 1000 രൂപ. ഇനി 500 രൂപയുടെ ബാഗ് കൂടെ മേടിക്കുമ്പോൾ എത്ര ആവും നിങ്ങളെ? 1000ഉം 500ഉം കൂടെ ആകുമ്പം 1500 രൂപ. 1500. സംശയമുണ്ടോ? പിന്നെ ഹീ പെയ്ഡ് ഇറ്റ് ഇൻ 1000 റുപ്പീസ് നോട്ട് ആൻഡ് 100 റുപ്പീസ് നോട്ട്. ഹൗ മെനി ഓഫ് ഈച്ച് ഡിഡ് ഹി ഗിവ്? നോക്കിക്കേ, 1000ൻ്റെ എത്ര രൂപ നോട്ട് വേണമെന്നാ നോക്കി കുഞ്ഞേ. ഹീ പെയ്ഡ് 1000 റുപ്പീസ് നോട്ട്, 100 രൂപ നോട്ട്. 1000 രൂപ നോട്ടാകുമ്പോൾ എത്ര കുഞ്ഞേ? അതിൽ ഒരെണ്ണം കൊടുത്താൽ മതി അല്ലേ? പിന്നെ 100ൻ്റെ നോട്ടല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എത്ര? 500. 1500 അല്ലേ? 1000ൻ്റെ 1. അപ്പോൾ 500 വേണമെങ്കിൽ എന്തോ ചെയ്യണം? 500ൻ്റെ 5 നോട്ടും കൂടി 100ൻ്റെ 5 നോട്ട് കൂടി കൊടുക്കണം. 100ൻ്റെ 5 നോട്ട് കൂടി കൊടുക്കണം. മനസ്സിലായോ? അപ്പോഴെത്ര? 100ൻ്റെ 5 നോട്ടാകുമ്പോൾ 500, 1000ൻ്റെ 1 നോട്ടാകുമ്പം എത്ര? 1000. അപ്പം ടോട്ടൽ 1500. മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്താ ഇവിടെ കിടക്കും? ഇത് എനിക്ക് 1000 കിട്ടി എങ്ങനെയൊക്കെ കൊടുത്താൽ അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ മെയിൻ കണക്കിലോട്ട് കയറാൻ നോക്കൂ നിങ്ങളെ. 1000 രൂപ, 1000 എന്ന് പറയുന്നതിൽ എത്ര 100 ഉണ്ട്, എത്ര 10s ഉണ്ട്, എത്ര 1s ഉണ്ട്? ഇതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നോക്കണേ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് നോക്കിക്കേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1000-ത്തെക്കുറിച്ചാണ് അല്ലേ? 1000. നിങ്ങളോട് എത്ര ആണോ ചോദിക്കുന്നത് കേട്ടോ, 1000 ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ എഴുതണല്ലോ കുഞ്ഞുങ്ങളല്ലേ? നോക്കിക്കേ, 1 × 1000 = 1000 എന്ന് വെച്ചാൽ 1ൻ്റെ 1000 നോട്ട്, 1000ൻ്റെ 1 നോട്ട് എന്ന് പഠിച്ചാലും മതി. അല്ലെ 1 രൂപ എത്ര എണ്ണം വേണമെന്നാ? 1000 1 രൂപ ചേരുന്നതാണ് 1000 രൂപ എന്ന് പറയുന്നത്. 1000 1 രൂപ ചേരുന്നതാണ് 1000 കേട്ടോ. ഇനിയോ, ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 10. ഇവിടെ ഒരു 0 ഇടുമ്പോൾ ഇവിടെ ഒരു 0 കുറയണം കേട്ടോ. അപ്പം നമുക്ക് എത്ര വരും? 1000. ഇതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. എന്താണ്? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 കുറയണം. അപ്പോൾ എത്ര? 1000. ഇനി ഇവിടെ എന്ത് വേണം? ഒരു 0 കൂടുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഒരു 0 കുറയും, അപ്പോഴും 1000. ഇനി ഇവിടെ ഒരു മൊത്തം എത്ര 0 വരണ്ടേ? 3 0. 3 0 ആകുമ്പോൾ ഇവിടെ എത്ര? 1. 1000. അപ്പം നിങ്ങളോട് ചോദിക്കുക, കാണുന്നുണ്ടോ? ഇതിന് 1000-ൽ എത്ര 10 ഉണ്ട്? 1000-ൽ എത്ര 10 ഉണ്ട്? 10 എവിടെ കുഞ്ഞ് കിടക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് പറയാം, അല്ലെങ്കിൽ ഇത് പറയാം. 1000-ൽ എത്ര 10 ഉണ്ട്? 100 10 ഉണ്ട്. അല്ലെങ്കിൽ 10 ഇവിടെ അല്ലേ? എത്ര ഉണ്ട്? 100 10 ഉണ്ട്. തിരിച്ചും പറയാം. 1000-ൽ അല്ലെ 1000-ൽ എത്ര 10s ഉണ്ട്, എത്ര 100s ഉണ്ടെന്ന് നിങ്ങൾക്ക് എളുപ്പവഴിയാണിത്. മനസ്സിലാവുന്നുണ്ടോ? 1000-ൽ അല്ലെ 1000-ൽ എത്ര 1s ഉണ്ട്? 1s നോക്കൂ കുഞ്ഞേ, ഇവിടെ ഒരു 1s ഉണ്ട്, ഇവിടെ ഒരു 1s ഉണ്ട്. അതിൻ്റെ കൂടെ കിടക്കുന്ന ഡിജിറ്റ് ഏതാണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതിയാൽ മതി. 1000-ൽ എത്ര 1s ഉണ്ട്? 1000 1s ഉണ്ട്. 1000-ൽ എത്ര 10s ഉണ്ട്? 100. 1000-ൽ എത്ര 100 ഉണ്ട്? 10. 1000-ൽ എത്ര 1000 ഉണ്ട്? 1. എളുപ്പമല്ലേ? ഇത് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കണ്ടോ. 1000-ൽ എത്ര 1000-ൽ എത്ര 1s ഉണ്ട്? 1000 തന്നെ കേട്ടോ. 1000. 1000-ൽ എത്ര 100 ഉണ്ട്? 100. 10. ഇവിടെ നോക്കണം കേട്ടോ. 1000-ൽ എത്ര 100 ഉണ്ട്? 10. ഇത് നിങ്ങളങ്ങ് പഠിക്കണം കേട്ടോ. ഇനി നിങ്ങളോട് 1000 4 ഡിജിറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് 5 ഡിജിറ്റാ ചോദിച്ചാലോ? നിങ്ങൾക്ക് ഇതിനെ സുഖമായിട്ട് എഴുതിക്കൂടായോ? ഇപ്പോൾ 1 2 3 4 കണ്ടോ. എന്തോ ചെയ്യണം? ആദ്യമേ 1 × എത്ര ആ തന്നിരിക്കുന്നത് അതുപോലെ എഴുതുക. 1000 അല്ലേ? = 1000.
ഇനി ഇവിടെ ഒരു 0 കൂടും, ഇവിടെ ഒരു 0 കുറയും. ഇവിടെ 4 0, ഇവിടെ 3 0. ഇവിടെ 1 കൂടും, ഇവിടെ 1 കുറയും. ഇവിടെ 1 കൂടും, ഇവിടെ 1 കുറയും. ഇവിടെ 1 കൂടും, ഇവിടെ 1 വരും. കണ്ടോ? ഇവിടെ 1 1s 10s 100 1000 10,000. ഇവിടെ താപ്പോട്ട് 1s 10s 100 1000 10,000. ഇതിൻ്റെ എല്ലാ ആൻസർ എന്താണ്? 10,000 ആണ്. നിങ്ങളിപ്പോൾ ഇത് 5 ഡിജിറ്റ് പഠിക്കാൻ നേരം ഇതറിഞ്ഞിരിക്കണം. നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത് 4 ഡിജിറ്റ് ആണ്. ഇതൊരു എളുപ്പ വഴിയാണ്. ഇത് ഇങ്ങ് പഠിക്കാമെങ്കിൽ എന്താ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിക്കുവാണ് 1000-ൽ എത്ര ടെൻസ് ഉണ്ട്, 1000-ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ എഴുതി പഠിക്കാമെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? കാരണം എന്താ, ഇവിടെ 1000-ന് 3 0, പിന്നെ 2, പിന്നെ ഇങ്ങനെ കുറയുക, ഇവിടെ 1 കൂടുക. എളുപ്പമല്ലേ? ഓക്കെ, ഇച്ചിരി സമയം എടുത്ത് നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത ഒരു ചോദ്യം. 10 പാക്കറ്റ് ഓഫ് സീഡ്സ് വെയർ ബ്രോട്ട് ഇൻ ഈച്ച് കണ്ടെയ്നിങ് 100 സീഡ്സ്. ഹൗ മെനി സീഡ്സ് ഇൻ ആൾ? നോക്കിക്കേ, 10 പാക്കറ്റ് ഓഫ് സീഡ്സ് വെയർ ബ്രോട്ട് ഇൻ ഈച്ച് കണ്ടെയ്നിങ് 100 സീഡ്സ്. 100 സീഡ്സ് വെച്ച് 10 പാക്കറ്റ് അല്ലേ, 10 പാക്കറ്റിലാക്കണം. മൊത്തം എത്ര ഉണ്ട്? 100 സീഡ്സ് വെച്ച് 10 പാക്കറ്റിലാക്കണം. 100 സീഡ്സ് ഒരു പാക്കറ്റ്, 100 സീഡ്സ് അല്ല, വിത്ത്. സീഡ്സ് എന്ന് വെച്ചാൽ വിത്തുകൾ. 100 സീഡ്സിൽ 1, 100 സീഡ് അടുത്ത എത്ര? 100 എണ്ണോടാകുമ്പോൾ 200 ആവത്തില്ലേ? അങ്ങനെ 10 പാക്കറ്റ് വേണമെങ്കിൽ എത്രയാണ്? 1000 ആണ് കേട്ടോ. 1000. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊരു എളുപ്പവഴിയുണ്ട്. എന്താ, 100 × 10 ചെയ്താലും എന്ത് വരും? 1000 വരും കേട്ടോ. അതിൽ എളുപ്പ കുറുക്ക് വഴിയാണ്. അതായത് മൊത്തം 100 സീഡ്സ് ഉണ്ട്. എത്ര? 100 സീഡ്സ്. ഇത് 10 പാക്കറ്റിൽ കേട്ടോ. അതുപോലെ തന്നെ എന്താ, ദീസ് സീഡ്സ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ 100 മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് ഇൻ സ്മാൾ പാക്കറ്റ്. മൊത്തം എന്താ 100 സീഡ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. 100 സീഡ്സിനെ തുല്യമായിട്ട് വീതിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? 100 സീഡ്സ് അല്ല, 100 മെമ്പേഴ്സിന് ഈക്വലായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യും? 100 മെമ്പേഴ്സ് അല്ലേ കുഞ്ഞുങ്ങളെ, അതിൽ 10 വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു എന്താ ഇതിൽ പാക്കറ്റിൽ 10 വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെയുള്ള കണക്കുകളാണ്. നിങ്ങൾ തൗസൻഡ്സിൻ്റെ സ്പെല്ലിങ് മറക്കരുത്. കണ്ടേ, ടെസ്റ്റിനകത്തിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനുകൾ കണ്ടോ, ഒക്കെ സ്കൂളിൽ പഠിപ്പിച്ചോ? 1000-നെ കുറിച്ചാണ് കേട്ടോ. അതിനകത്തിൽ കണ്ടേ 1000, 1000, 2000, 3, 4. ഇത് 4000 വരുമ്പം 4000. അങ്ങനെ ആകുമ്പോൾ 8000 വരുമ്പോൾ 8000 അങ്ങനെയൊക്കെ കേട്ടോ. അതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യാനുണ്ട്. 1000, 2000, 3000, 4000, 5000. ഇത് നോക്കിയേ, 9000, 8000 എന്താ കുറയ്ക്കാനാവും നിങ്ങൾ? 9, 8, 7, 6, 5. 9000, 8000, 6000 അല്ല 7000, 6000, 5. ഇത് കുറയ്ക്കാനും ഇത് കൂട്ടാനും. 1000-ൻ്റെ ചാപ്റ്ററാണ് കേട്ടോ, 1000-ുമായിട്ട് ബന്ധം. ഇത് കണ്ടല്ലോ, ഇത് മുമ്പ് നമ്മൾ പറഞ്ഞത് പോലെയാണ്, പക്ഷേ 1000 എന്ന് ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, ഈ കണക്ക് 850 പ്ലസ് ഡാഷ് ഈസിക്കൽ ടു 1000. എത്രയാണ്? കാണാൻ പറ്റുന്നുണ്ടോ? 850 പ്ലസ് ഡാഷ് ഈസിക്കൽ ടു 1000 എന്ന് തന്നാൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിയോ? ഈ 1000-ൽ നിന്നും 850 അങ്ങ് കുറയ്ക്കണം കേട്ടോ. അപ്പം 0-ൽ നിന്നും 0 കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. 0-ൽ നിന്ന് 0 പോയാൽ 0, 0-ൽ നിന്ന് 0 പോയാൽ 0. ഇനി നോക്കിക്കേ, ഇപ്പുറത്തൊരു 0 കിടക്കുന്നത്. ഈ 0-ൽ നിന്നും 5 കുറയ്ക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? 0-ൽ നിന്ന് ഒരിക്കലും 5 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെയും 0 കടമെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ രണ്ടിനെയും കൂടെ അങ്ങ് എടുത്തു. എത്ര? 10. ഈ 10-ൽ നിന്നും 1 ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എത്ര? 10 എന്നുള്ളതിൻ്റെ ഇപ്പുറത്തൊരു 1 കൂടെ കൊടുത്താൽ, 0യുടെ ഇപ്പുറത്ത് 1 കൂടെ കൊടുത്താൽ അവിടെ 10 ആണ് കേട്ടോ. 10-ൽ നിന്നും 5 പോയാൽ 5 ആണ്. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? ഈ 10-ൽ നിന്ന് 1 അങ്ങോട്ട് കടം കൊടുത്തേ, ബാലൻസ് ഇവിടെ 9 ഉള്ളൂ. 9-ൽ നിന്നും 8 പോയാൽ ബാക്കി 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരും? 150 വരും. നിങ്ങൾക്കിനി ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 850-യുടെ കൂടെ 150 കൂട്ടുമ്പോൾ
1000 വരുമോ? 5 5 10, 8 1 9 1 ശിഷ്ടം 1 10. ഇത് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കുറയ്ക്കാൻ നല്ലപോലെ അറിയണം. ഈ ചാപ്റ്ററിൽ മിക്കവാറും ഉള്ളവർക്കെല്ലാം തെറ്റുന്നതാണ് ഈ കുറയ്ക്കാനുള്ളത്. അതായത് എപ്പോഴും ഓർത്തോണം, 10 - 1 എന്ന് പറയുന്നത് 0-ൽ നിന്നും 1 കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന എടുക്കുക. 10-ൽ നിന്നും 1 കുറച്ചാൽ 9 ആണ്. പിന്നെ 100 - 1, 0-ൽ നിന്നും 1 കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്ത് 0 ആണെങ്കിൽ അവരെ രണ്ടിനെയും കൂടെ ഒരുമിച്ചെടുക്കുക. 10 ആണ്. 10-ൽ നിന്നും ഇങ്ങോട്ട് കടം 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ 10 ആണ്. 10-ൽ നിന്ന് 1 ഇങ്ങോട്ട് പോയപ്പോൾ 10 ആണ്. 10-ൽ നിന്ന് 1 പോയാൽ 9 ആണ്. പിന്നെ 10-ൽ നിന്ന് 1 അങ്ങോട്ട് കൊടുത്താൽ ബാക്കി അവിടെ 9 ഉള്ളൂ. ആ 9. കേട്ടോ? സമാധാനത്തെ നോക്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞാൽ 1000 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 0-ൽ നിന്നും 9 നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്തൊക്കെ 0 ആയതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് എന്താണ് 100-ൽ നിന്നും 1 ഇങ്ങോട്ട് കടമെടുത്തു. 100-ൽ നിന്നും 1 കടമെടുത്താൽ ഇവിടെ എത്ര? 10 വരും. ഈ 10 വരുന്ന എപ്പോഴും ഓർത്തോണേ, 10-ൽ നിന്നും 9 പോയാൽ 1. പിന്നെ 100-ൽ നിന്ന് 1 അല്ലേ അങ്ങോട്ട് കടം കൊടുത്താൽ ബാക്കി അപ്പം 99. ആ 99 വേണം ഇവിടെ എഴുതാൻ. ഇത് മിക്ക കുട്ടികൾക്കും തെറ്റുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഈ കുറയ്ക്കാനുള്ളത് നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ. ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ ചോദിച്ചേക്കുന്നത്? അതെ, അങ്ങനെ കുറയ്ക്കാൻ ഇവിടെ നോക്കിക്കേ. 1000 ആണ്. 850യുടെ കൂടെ 100 കൂട്ടി, പിന്നെ 50യുടെ കൂട്ടിയപ്പോൾ 1000 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ 925 50യും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയിട്ട് ആ കിട്ടിയതിനെ 1000 കുറച്ചാൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. അതൊക്കെ എഴുതണം. കുറച്ചും കൂട്ടിയൊക്കെ നോക്കണം കേട്ടോ. നമ്മുടെ ടൈം അത് കുറവായതുകൊണ്ട് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എളുപ്പം കേട്ടോ. പിന്നെന്താ, ദാണ്ട് ഈ പാറ്റേണൊക്കെ നല്ലപോലെ അറിയണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദാണ്ട് ഇത് 4 2 6 5. ഇതിനകത്ത് മുമ്പ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു എത്ര 1s, എത്ര 100, എത്ര 1000 ഉണ്ടെന്നുള്ളത് അല്ലേ? ദാണ്ടേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ സംഭവം അത് കേട്ടോ. ഇതാണ് 8. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇവിടെ 4 2 6 5 കാണാൻ പറ്റുന്നുണ്ടോ? 4 2 6 5. ഓക്കെ, ഇതിനകത്തിൽ 5 ആണ് 1s അല്ലേ? 5 1s, 6 10s ചെയ്ത് തരണോ? നോക്കിക്കേ, 4 2 6 5, 4 2 6 5 അല്ലേ? ഇവിടെ 5 ആരാണ്? 5 1s ആണ്. പിന്നെ 6 എന്ന് പറയുന്നത് എന്താണ്? 5 1s ആണ്. 6 10s ആണ്. പിന്നെ 200 ആണ്. 100ൻ്റെ സ്പെല്ലിങ് തെറ്റല്ലേ? 4000 ആണ്. THOUSANDS 1000 കേട്ടോ. ഇങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ. കണ്ടോ? അപ്പം നിങ്ങളോട് ചോദിച്ചാണ്ട് ഡാഷ് 1s, ഇവിടെ എത്ര 1s? 5 1s. ഇവിടെ നോക്കിക്കേ, 4 2 6 10s, 4 2 6, പിന്നെ എത്ര 10s ഉണ്ടെന്ന്, 5 1s. ഇത് നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരുപാട് സാധനം ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ ആണോ? പിന്നെ പാറ്റേണൊക്കെ ഒരുപാട് ഫില്ല് ചെയ്യാനുണ്ട്. നമ്പർ നെയിം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്പർ നെയിം ഒക്കെ എഴുതാൻ അറിയാമോ നിങ്ങളെ? ഒരു നമ്പർ നെയിം നോക്കിക്കേ, 4 2 6 5, 4 2 6 5. പ്രധാനപ്പെട്ട മാത്രം ഞാനങ്ങ് നോക്കുക കേട്ടോ. 4 2 6 5. ഇത് 1s, ഇത് 10s, 100, 1000 അല്ലേ? എത്ര 1000? FOUR 4000, THOUSAND 4000. അടുത്തതോ 200, TWO 200. പിന്നെ ആൻഡ് 65. ഇവരെ രണ്ടിനെ എപ്പോഴും ഒരുമിച്ചേ പറയും. ലാസ്റ്റ് ഡിജിറ്റുകൾ എപ്പോഴും ഒരുമിച്ച് പറയുക. എത്രയാണ്? 4200 ആൻഡ് 60 6TY 65 കേട്ടോ. മനസ്സിലായി? ഇത് നിരത്തി എഴുതണം. അവർ പറഞ്ഞത് അടുത്തത് 3. ഇതിനെ എങ്ങനെ പറയുമെന്ന് എപ്പോൾ നമ്പർ തരുമ്പോഴും ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ചെല്ലി നോക്കണം. 1s 10s 100 1000. ഒറ്റ 10 100 1000. ഇവിടെ ഒറ്റ അല്ലേ 1s? എത്രയാണ് ഇത്? നമ്മൾ എത്ര 1s 10s 100 1000. എത്ര 1000?
3000 THREE 3000 THOUSAND 1000 കഴിഞ്ഞിട്ട് പിന്നെ വല്ല സംഖ്യകളുണ്ടോ? ഞാൻ 0 ആണ്. അപ്പോൾ നമുക്ക് 0യുടെ അവിടെ എഴുതണ്ട. പിന്നെ ഏതാണ്? ആൻഡ് 1. 3000 ആൻഡ് 1 അല്ലെ 3001 എന്ന് എഴുതിയാലും മതി കേട്ടോ. അങ്ങനെ നമ്പർ നെയിം എഴുതി നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാമെങ്കിൽ വേണമെങ്കിൽ ഞാൻ അടുത്തതൊക്കെ ഇങ്ങനെ ഇതൊക്കെ പ്രധാനപ്പെട്ട മാത്രം ഞാൻ എടുത്ത് തന്നതാണ് കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പിന്നെ പാറ്റേൺ ഉണ്ട്. പാറ്റേൺ നിങ്ങൾ ഇതൊക്കെ നോക്കിക്കേ. അതെ, 2100, 2200, 2300. അപ്പോൾ അടുത്ത എന്തുമായിരിക്കും? നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിച്ചേ. ഇവിടെ 100, 200, 300. അപ്പോൾ അടുത്ത എന്താ? 2400, 2500 അങ്ങനെ പോകും. അങ്ങനെ എല്ലാം നോക്കിയാൽ മതി നിങ്ങൾ. ഇവിടെ 3300, 3200, 3100. എന്താ ഇവിടെ എല്ലാം 100ൻ്റെ വ്യത്യാസമാകുമ്പോൾ ഇവിടെ 3000, 2900 അങ്ങനെ 2800 എന്ന് പറഞ്ഞ് പോകും. 5000, 5200 ഇവിടെ 200ൻ്റെ ഡിഫറൻസ് ആണ്. എത്രൻ്റെ വ്യത്യാസമാണെന്ന് നോക്കിയിട്ട് അത്രയും വെച്ച് അങ്ങ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഞാൻ ഇത് നല്ല രീതിയിൽ ഒന്നും കൂടെ എടുത്തു തരാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ. ഇഷ്ടപ്പെട്ടു എന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ വേണമെങ്കിൽ ഒന്നും കൂടി എടുത്തു തരാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത ചാപ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഒന്നുകൂടി ഇടുമ്പോഴോ നിങ്ങൾക്കത് എളുപ്പം കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.